ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയാണ്, റഫീഖ് ഭായി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തലേന്ന് കുറച്ച് NOCയുടെ ഡിലേ ആകുമ്പോൾ നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സിൽ പോലും നമുക്ക് പടത്തിന്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എത്തിക്കാൻ പറ്റിയില്ല. അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വാട്ടെവർ. സോ ഇന്നലെ നമുക്ക് പറ്റുന്ന അത്രയും തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റർ വിസിറ്റിനും പോയിരുന്നു. അവിടെ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 10 തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ വരെയാണല്ലോ എല്ലാ പടത്തിൻ്റെ എഗ്രിമെന്റ്സ്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്ത ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലുള്ള അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാ കാലത്തും റെലവെന്റ് ആയൊരു മെസ്സേജ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത്. നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകന്റെയാണ് സിനിമ. നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്തും. സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വരാനുള്ള കാരണം. സോ എന്തായാലും വളരെ സന്തോഷം. ഇനി സാക്ഷി